ബി.ജെ.പി പ്രതിനിധി ശ്രീ പത്മനാഭനിലേക്ക്. ശ്രീ പത്മനാഭൻ, ഇതിലിപ്പോൾ യാഥാർത്ഥ്യ ബോധത്തിലും പ്രായോഗികതയിലും ഊന്നിയാണ് ബജറ്റ് തയ്യാറാക്കിയെന്ന് അഡ്വക്കേറ്റ് കെ.എൻ. ബാലഗോപാൽ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് സമീപകാലത്ത് കേരളം അനുഭവിച്ച വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒപ്പം ഇത്തരത്തിലുള്ള പ്രളയം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. മനുഷ്യ വന്യജീവി സംഘർഷം, അതായത് മനുഷ്യനെ വലിയ തോതിൽ അലട്ടിയ ഇത്തരം വിഷയങ്ങളിലൊക്കെ എത്ര കണ്ട് ഊന്നൽ നൽകിയിട്ടുണ്ട്? ആ നിലക്ക് കൂടി എത്ര കണ്ട് പ്രായോഗികമാണ് ഈ ബജറ്റ് എന്നാണ് കരുതുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആണ്. നാളെ ഇവിടെ സർക്കാരിന് ഉപകാരപ്രദമാവുന്ന വരുമാനം ലഭിക്കുന്ന അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കഴിഞ്ഞ വർഷത്തെ 1,66,000 ചില്ലുവാനം കോടി രൂപയുടെ ബഡ്ജറ്റിൽ നീക്കിവെച്ചത് 15,000 കോടി രൂപയാണ്. പ്രാവശ്യത്തെ കൃത്യമായ കണക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 10% ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതേ സമയത്ത് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ഏതാണ്ട് 23-24%, ഈ വർഷം ഏതാണ്ട് 21%. ക്യാപിറ്റൽ അസറ്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാത്ത, പണം നീക്കി വെക്കാത്ത ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഭാവിയുണ്ടോ? പിന്നെ ഇവിടെ 10ാം ധനകാര്യ കമ്മീഷന്റെ കാര്യമാണ് പറയുന്നത്. 10ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് 1992 സംവിധാനമാണ്. 971 ജനസംഖ്യാ സെൻസസ് പ്രകാരം ഈ 2024-ലും 25-ലും ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ബഡ്ജറ്റ് അലോക്കേഷൻ നടക്കുന്ന കാര്യമാണത്. ജനസംഖ്യ അനുപാതത്തിൽ വ്യത്യാസമുണ്ടായില്ലേ? ഓരോ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു വയറാണ്. ഒരു മനുഷ്യനൊരു വയറാ. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ അടിസ്ഥാനത്തിൽ, അവിടുത്തെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പദ്ധതി വിഹിതം. അപ്പോൾ 10ാം ധനകാര്യ കമ്മീഷൻ 92-ൽ നിശ്ചയിച്ചത് 1971 സെൻസസ് പ്രകാരം. അത് ഇന്ന് അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? യാഥാർത്ഥ്യബോധമുള്ള കാര്യമാണത്. പിന്നെ കേന്ദ്രം പൈസ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കേസ് കൊടുത്തിട്ട് എന്തായി? ആ കേസിന് ചെലവാക്കിയ പൈസയും കൂടി പോയി കിട്ടി. പിന്നെ ഇവർ പറയുന്നത് ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് 2005 നിയമം പാസാക്കിയില്ലേ? 2005 ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി പാസാക്കിയതാ. അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഹൈക്കോടതി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കേന്ദ്രം തരാതത്തിന് 70 കോടി രൂപ അലോക്കേറ്റ് ചെയ്തു. അത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഞാൻ പറഞ്ഞുതരാം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ട് പോലും വിനിയോഗിച്ചിട്ടില്ല. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി വയനാട്ടിൽ സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യമല്ലേ? ആ ഫണ്ട് പോലും വിനിയോഗിച്ചിട്ടില്ല. അതായത് വന്യജീവികൾ നാട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കണം. അതെടുത്തിട്ടില്ല. വന്യജീവികൾക്ക് ആഹാരവും വെള്ളവും കാട്ടിനുള്ളിൽ എടുത്തിട്ടില്ല. ഞാൻ ഈ അടുത്ത ഇടുക്കി പോയി. തന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, അതിന്റെ പദ്ധതി വിഹിതമുണ്ട്, ഇവർ ചെയ്തിട്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഇടുക്കി പോയപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നീല ലോഹിതദാസ നാടാർ കേരള വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കാട്ടിനുള്ളിൽ വെള്ളവും ഉപ്പും ഇത് രണ്ടും അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. കാരണം വെള്ളം, ഈ ഉപ്പും ആവശ്യമാണത്ര ഈ വന്യജീവികൾക്ക്. ഇത് രണ്ടും ലഭിച്ചിട്ടില്ലെങ്കിൽ അവ നാട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ കാട്ടിനുള്ളിൽ വന്യജീവികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നൊരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് 96 സർക്കാരിലാണ്. നീല ലോഹിതദാസ് വനംവകുപ്പ് മന്ത്രിയായപ്പോൾ ഇടുക്കിയിലെ വനപാലകരും എൻ്റെ സുഹൃത്തുക്കളായ അവിടെ ഈ വനത്തിനടുത്ത് താമസിക്കുന്ന ആൾക്കാരോ പറഞ്ഞത് ഇന്നത് ചെയ്യുന്നില്ല. അവർക്ക് വെള്ളവും ഉപ്പും തേടി അവർ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ കാട്ടിനുള്ളിലുള്ള ജീവികളെ കാട്ടിനുള്ളിൽ നിലനിർത്തണമെങ്കിൽ, അവ നാട്ടിൽ ഇറങ്ങാതിരിക്കണമെങ്കിൽ അതിന് എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. അതൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുള്ള വിഷയമാണ്. സംസ്ഥാന സർക്കാരിന് അലോട്ട്മെന്റ് ഉണ്ട്. സംസ്ഥാന സർക്കാർ ഇതൊക്കെ ചെയ്തിക്കോ. കിടങ്ങ് കുഴിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ ഒരു പരിധി വരെ തടയാം. മുഴുവനായിട്ടൊന്നും തടയാൻ പറ്റിയെന്ന് വരില്ല. കാരണം റോഗ് എലിഫൻസ് എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ്.
പക്ഷേ മറ്റുള്ളതിനെ തടയാൻ സാധിക്കും. ഇവിടെയൊക്കെ പരാജയപ്പെട്ടതാണ്. ഇതൊക്കെ വേണ്ട മുൻകരുതലുകൾ എടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ 2025 നിയമം ലംഘിച്ചതായി ഒരു കോടതി എവിടെയും പറഞ്ഞിട്ടില്ല. ആ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നിയമപ്രകാരമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേന്ദ്രത്തെ കുറ്റം പറയുക, അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാൻ